RRB ALP ടെക്നീഷ്യൻ CBT2-ൻ്റെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അതിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു 10 വീഡിയോ കഴിഞ്ഞു. ഇത് 11ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്നത് ലിവർ ആൻഡ് മെഷീനിലെ അടുത്ത ഭാഗം, ഒരു പ്രധാനപ്പെട്ട ലിവർ ആൻഡ് മെഷീനിലെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ലിവർ ആൻഡ് മെഷീനിൽ നമ്മൾ സിമ്പിൾ മെഷീനിനെ ലിവർ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിന് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ ഭാഗം വരുന്നതാണ് പുള്ളീസ്. ആദ്യത്തെ ഭാഗമായിട്ടുള്ള റോഡ് വെച്ചിട്ടുള്ള ലിവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടുത്തത് പുള്ളി. അപ്പോൾ എന്താണ് പുള്ളി എന്നുള്ളത്, അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് പുള്ളി എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കപ്പി ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബക്കറ്റിൽ വെള്ളം അത് മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ നേരിട്ട് മുകളിലേക്ക് കയറ് വിട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വെയിറ്റ് താഴെ നിന്ന് മുകളിലേക്ക് നേരിട്ട് വലിക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് ഇവിടുന്ന് നമ്മൾ താഴേക്ക് വലിക്കുന്നത്. അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് എങ്ങനെയാണ്, ഈ കയറ് താഴേക്ക് വലിക്കുമ്പോൾ ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ബക്കറ്റ് മുകളിലേക്ക് ഉയരും. ഇറ്റ് ഈസ് സംടൈംസ് ഈസിയർ ടു അപ്ലൈ ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ ദാൻ ദി അതർ. അതായത് നമ്മളിപ്പോൾ ഒരു നിലത്ത് വെച്ചിട്ട് ഒരു ആണി മുട്ടി കൊണ്ടടിച്ച് താഴ്ത്തുന്നതും നേരെ മറിച്ച് നമ്മളെ വാർപ്പിൻ്റെ മേലേക്ക് മുകളിലേക്ക് അടിച്ചു വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് സിമ്പിളായിട്ട് നമ്മൾ ആദ്യത്തെ സിമ്പിൾ മെഷീൻ്റെ ഫങ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻസ് ഓഫ് സിമ്പിൾ മെഷീന് എന്താണ്, ടു ചേഞ്ച് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫിക്സഡ് പുള്ളി. ഇതെന്താണ്, ഈ പുള്ളി ഇവിടെ ഫിക്സഡ് ആണ്. ഫിക്സഡ് പുള്ളീൻ്റെ പർപ്പസ്. ഇവിടെ രണ്ട് തരത്തിൽ പുള്ളിയുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ റിയൽ യൂസ് ചെയ്യുന്ന ഫിക്സഡ് പുള്ളി. അതായത് ഇവിടെ മേലെ ഈ പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു കയറ് അതിലേക്കൂടെ പോകുന്ന സാധാരണ ഫിക്സഡ് പുള്ളി. ഇത് നമുക്ക് പരിചയമുള്ളത്. അടുത്ത ടൈപ്പാണ് മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഹുക്കിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ത്രെഡ്, ഒരു കയറ് ഇവിടെ ഒരു ഹുക്കിൽ കൊളുത്തും. എന്നിട്ട് ആ ലോഡ് വരുന്നത് ഈ ഒരു പുള്ളി ഫ്രീ ആയിട്ട്, ഇത് എവിടെയും ഫിക്സഡ് അല്ല, ഈ കയറിലേക്കൂടെ ഫ്രീലി മൂവിങ് ആണിത്. ഈ പുള്ളി അവിടെയാണ് ലോഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ കിണറ്റിൽ നിന്ന് ഒരു 10 kg വെള്ളമുള്ള ഒരു ബക്കറ്റ് മേലേക്ക് ഉയർത്തുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 10 kg, ഇത് kg ആണെന്ന് വിചാരിക്കുക, ഇൻറ്റു എത്രയാണ്, F=ma. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റേഷൻ 9.8. 9.8നെ 10 ആയി കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ 10 × 10 എന്ന് കൂട്ടുക. അപ്പോൾ 100 ന്യൂട്ടൺ, ഏകദേശം എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഒരു 100 ന്യൂട്ടൺ ലോഡ് അത് മുകളിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ തന്നെയാണ്. അതായത് 100 ന്യൂട്ടൺ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു കപ്പയിലേക്കൂടെ വലിക്കാൻ ഉപയോഗിക്കുന്ന 100 ന്യൂട്ടൺ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ താഴേക്ക് വലിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ നേരെ മറിച്ച് മൂവബിൾ പുള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 100 ന്യൂട്ടൺ ലോഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 50 ന്യൂട്ടൺ എഫേർട്ട് അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മൂവബിൾ പുള്ളിയിൽ നമ്മൾ ഒരു ത്രെഡിൻ്റേക്ക് ഇത് തൂക്കി ഇങ്ങനെ ഇടുമ്പോൾ ഈ ലോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയും, അതായത് ഈ ത്രെഡിലേക്കും ഈ റോപ്പിൻ്റെ ഈ സൈഡിലേക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി, പകുതി എഫേർട്ടിൽ ഈ ലോഡ് ഉയർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെന്തായി, നമ്മളത് സഹായിക്കുന്നു. അതുകൊണ്ട് ആ ഒരു മെഷീനാണ് പുള്ളി, മൂവബിൾ പുള്ളി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്, പുള്ളീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ്, നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ലോഡ് ഡിവൈഡ് ബൈ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇ. അപ്പോൾ ഈ പുള്ളിയിലെ എൽ എന്താണ്, ഇ എന്താണെന്ന് നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഇതിപ്പോൾ 2 ടൈപ്പ് പുള്ളിയുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ കേസ് ഫിക്സഡ് പുള്ളിയാണ് പറയുന്നത്. ഫിക്സഡ് പുള്ളീൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് എത്രയാണോ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ 100 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ടും എത്ര തന്നെയാണ്, 100 ന്യൂട്ടൺ തന്നെയാണ്. അതാണ് ഫിക്സഡ് പുള്ളി. അപ്പോൾ ഇവിടുത്തെ ലോഡും എഫേർട്ടും ഈക്വലാണ്. അതായത് ലോഡും എഫേർട്ടും ഈക്വലാണ്. ലോഡ് ബൈ എഫേർട്ടാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, അത് ഈക്വൽ ടു 1. ഒരു ഐഡിയൽ പുള്ളീൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണെന്ന് കിട്ടി. പിന്നെ ഇവിടെ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആവശ്യമില്ല, നമുക്കറിയാം ഒരു ആക്ച്വൽ കേസിൽ ഇതൊരിക്കലും 1 ആവില്ലല്ലോ. കാരണം
ഇവിടെ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ കയറ് ഈ പുള്ളീൻ്റെ മേലെ കൂടെ ഉരഞ്ഞിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. മറ്റ് കാരണങ്ങൾ കൊണ്ടുമൊക്കെ ഇവിടെ ഒരു ആക്ച്വൽ കേസിൽ പുള്ളീൻ്റെത് 1 ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് ഐഡിയൽ പുള്ളി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് = 1. അടുത്തത് ഇത് നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നമ്മളെ രണ്ടാമത്തെ കേസായിട്ട് മൂവബിൾ പുള്ളി നോക്കാം. അപ്പോൾ പുള്ളിയിലെ രണ്ടാമത്തെ ടൈപ്പ് മൂവബിൾ പുള്ളി. ഇത് ഒരു പുള്ളി ഒരു ത്രെഡിൻ്റെ ഇടയിലേക്ക് കൂടെ വരുന്നു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് സിംഗിൾ മൂവബിൾ പുള്ളി. നമുക്കിനി തേർഡും ഒക്കെ വേണമെങ്കിൽ നോക്കാം. 3 പുള്ളിയൊക്കെ ഉള്ളത് നോക്കാം. ആദ്യം നമുക്ക് സിംഗിൾ മൂവബിൾ പുള്ളി. ഇതെന്താണ്? ഒരു റിജിഡ് സപ്പോർട്ടിൽ ഒരു ഹുക്കിലേക്കൂടെ ഒരു ത്രെഡ്, ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പുള്ളി. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു L എന്ന് പറയുന്ന ഒരു ലോഡ്. ഇവിടെ നമുക്ക് ഈ പുള്ളി ഹാങ് ചെയ്യുന്നത് ഒരു L എന്ന് പറയുന്ന ഒരു ലോഡാണ്. അതിനാ 2 സ്ട്രിങ്, അതായത് രണ്ടറ്റത്തും ഒരു സ്ട്രിങ്ങിൻ്റെ രണ്ടറ്റം, ഒന്ന് ഇവിടെ ഹുക്കിലും വെച്ചു. പിന്നെ ഇവിടെ കാണിക്കുന്ന E എന്ന് പറയുന്ന എഫേർട്ട്, അതായത് ഇത് ആക്ച്വൽ കേസിൽ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഈ E എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ നിന്നിട്ട് ഒരു കൈനെ കൊണ്ട് മേലേക്ക് വലിച്ചു പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ല. നമ്മൾ ഇവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത്, ഈ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്. നമ്മൾ ഇതിങ്ങനെ പിടിച്ച് നിർത്തിയിട്ടാണുള്ളത്. ഏത്? ഈ പുള്ളിയിലേക്കൂടെ ഈ ലോഡിനാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്താണ്? സിംഗിൾ മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. അതായത് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. ഇപ്പോൾ എന്ത് പറയുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറയും. ഇപ്പോൾ ഒരു ബോയിൽസ് ലോ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അതുപോലെ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷനാണ് ഈ സ്ട്രിങ്ങിൻ്റെ മാസ് നെഗ്ലിജിബിളായിട്ട് കണക്കാക്കും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യേണ്ട. പിന്നെ അതുപോലെ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല, അതും നമുക്കൊരു കണ്ടീഷനായിട്ട് പറയാം. അടുത്ത പോയിന്റ് പറയുന്നത് എ ലോഡ് L വിച്ച് ഈസ് ടു ബി റേസ്ഡ് ബൈ അപ്ലൈയിങ് ആൻ എഫേർട്ട് E ഈസ് സസ്പെൻഡഡ് ഫ്രം ദ ആക്സിൽ ഓഫ് പുള്ളി. ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് ശരിക്കും നമ്മളിപ്പോൾ ഈ പോയിന്റിലൊക്കെ ടെൻഷൻ സെയിം ആയിട്ടാണ് എടുക്കുന്നത് ഇവിടെ. അപ്പോൾ ശരിക്കും ആക്ച്വൽ കേസിൽ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതും ഒരു കണ്ടീഷനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു വാക്ക് കേട്ടി ടെൻഷൻ T എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഈ 2 ടെൻഷനാണ്. ഈ സ്ട്രിങ്ങിലെ ഒരു ടെൻഷനെ നമ്മൾ T എന്ന് പറയുന്നു. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്ന, നമ്മൾ എഫേർട്ട് ഇൻപുട്ട് കൊടുക്കുന്ന ഇവിടുത്തെ ഈ സ്ട്രിങ്ങിലും ടെൻഷൻ T എന്ന് പറയുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്ങിലെ ഇവിടുത്തെ Tയും കൂടി ചേർന്നിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ലോഡിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമുക്ക് എന്ത് മനസ്സിലാവും? സിമ്പിളായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ 2 Tകൾ ചേർന്നതാണ് ഈ Lനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ആദ്യത്തെ ഭാഗം. L = 2T. സിംഗിൾ മൂവബിൾ പുള്ളിയിൽ പുള്ളി നടുവിൽ നിൽക്കുന്നതുകൊണ്ട് ഈ 2 സ്ട്രിങ്ങുകളിലും ഉണ്ടാകുന്ന Tയും ചേർന്ന് 2T ആണ് ഇവിടുത്തെ L. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത് ഇവിടുത്തെ പോയിന്റ്, ഈ സ്ട്രിങ്ങിലെ T തന്നെയാണ് എന്ത്? നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെയല്ല, ഈ E എന്ന് പറയുന്ന സ്ഥലത്താണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ T = E. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പ്രധാനപ്പെട്ട 2 പോയിന്റുകളുമായി നമ്മളപ്പോൾ സിംഗിൾ മൂവബിൾ പുള്ളിയിൽ നിന്ന് കണ്ണടച്ച് നിന്നിട്ട് നമുക്ക് മനസ്സിൽ വരണം, ഇങ്ങനെ ഒരു ഫിഗർ വരണം. ഒരു ഹുക്കിൻ്റെ അകത്ത് കൊളുത്തി വെച്ചിട്ടുള്ള ഒരു ലോഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഈ Lനെ ബാലൻസ് ചെയ്യുന്നത് ഇതിലെ 2 Tകളാണ്. ഈ സ്ട്രിങ്ങിൻ്റെ 2 ടെൻഷനുകളാണ്. L = 2T. നമ്മൾ എഫേർട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ T = E. അപ്പോൾ ആ 2 പോയിന്റുമായി. അടുത്തത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സിംഗിൾ മൂവബിൾ പുള്ളിയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായാൽ പിന്നെ ഇത് നമുക്ക് എന്തില്ല, ഇത് ബുദ്ധിമുട്ടില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് എടുത്ത കാര്യങ്ങൾ മനസ്സിലാവും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു റിലേഷൻ നമുക്കറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ മൂവബിൾ പുള്ളീൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്? T ആണെന്ന് പറയുന്നുണ്ട്. എഫേർട്ട് എന്ന് പറയുന്നത് T. ലോഡ് എന്താണെന്ന് നോക്കാം. ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ലോഡ് = അതിനെ ബാലൻസ് ചെയ്യുന്നത് 2T. ഈ 2 Tയുമാണ്. അപ്പോൾ ലോഡ് = 2T. അപ്പോൾ എന്തെന്ന് കിട്ടി? Tയും ക്യാൻസൽ ആകുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് 2T/T = 2. ഇതാണ് ഒരു വലിയ പോയിന്റ്. ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു പോയിന്റ് ഇതാണ്.
സിംഗിൾ മൂവബിൾ പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര? 2. ഒന്നിക്ക് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഇപ്പോൾ ഇവിടെ എല്ലിന് പകരം ചിലപ്പോൾ വേണമെങ്കിൽ 50 കിലോ എന്ന് തരാം. 50 കിലോ ഉള്ള ഒരു ഭാരം സിംഗിൾ പുള്ളിയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട്, എത്ര ഫോഴ്സ്, എത്ര ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ കിലോഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു എം എ, എം 50, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ ജി 9.8. അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ 50 × 10 ഇവിടെ മൊത്തത്തിൽ 500 ന്യൂട്ടൺ. ഈ രണ്ട് സ്ട്രിങ്ങിലേക്കും 500 ന്യൂട്ടൺ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒന്നിലേക്ക് 250, അതായത് ഇവിടെ രണ്ടും ഈക്വൽ, ടിയും. അപ്പോൾ ഒന്ന് എന്തായി? 250 എന്നായി. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? എഫേർട്ട് ഈക്വൽ ടു 250 എന്ന് കിട്ടി. ഇതാണ് ആദ്യം നമ്മൾ ഫിക്സഡ് പുള്ളിയും മൂവബിൾ പുള്ളീൻ്റെയും എക്സാമ്പിളായിട്ട് പറഞ്ഞത്. 100 ന്യൂട്ടൺ മേലേക്ക് ഉയർത്താൻ ഫിക്സഡ് പുള്ളിയിൽ 100 ന്യൂട്ടൺ തന്നെ അപ്ലൈ ചെയ്യണം. നേരെ മറിച്ച് മൂവബിൾ പുള്ളിയാണെങ്കിൽ 100 ന്യൂട്ടൺ മുകളിലേക്ക് ഉയർത്താൻ പകുതി 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അടുത്ത ഒരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ്. 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, പിന്നെ അടുത്തത് വെലോസിറ്റി റേഷ്യോ, പിന്നെ അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ, അതായത് എഫിഷ്യൻസി. ഈ 3 കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് എല്ലാ കാര്യത്തിലും നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കേണ്ടത് വെലോസിറ്റി റേഷ്യോ. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം. എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു പുള്ളി, ഈ പുള്ളി നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയൊരു പുള്ളിയുണ്ട്. ഈ പുള്ളിയെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കുറച്ച് ഉയർത്തണം, മേലേക്ക് ഉയർത്തണം. എത്ര വരാം? ഒരു എക്സ് സെൻറ്റിമീറ്റർ ഈ പുള്ളിയെ മേലേക്ക് ഉയർത്തണം. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് ഉയർത്തണം. ഒരു എക്സ് സെൻറ്റിമീറ്റർ ഈ പുള്ളിയെ മേലേക്ക് ഉയർത്തണം. ഈ കയറെത്രയോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പുള്ളി, ഈ ലോഡിന ഒരു എക്സ് ഡിസ്റ്റൻസ് നമുക്ക് മേലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മൾ ഈ എഫേർട്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചിരിക്കുകയല്ലേ, ഈ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൈനെ കൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. ഈ പോയിൻ്റ് എത്ര സെൻറ്റിമീറ്റർ മേലേക്ക് ഉയർത്തേണ്ടി വരുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ലോഡ് എക്സ് സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന കൈ കുറച്ചും കൂടെ മേലേക്ക് ഉയർത്തിയാൽ മതിയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേലേക്ക് ഉയർത്തിയാൽ മതി. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഇവിടെ മേലേക്ക് ഉയർത്തണം? ഓപ്ഷനായിട്ട് വരുന്നത് x/2, 2x, അങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സ് സെൻറ്റിമീറ്റർ ലോഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എത്രയാവും? അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പുള്ളി അന്നേരം എത്ര കൂടും? എക്സ് സെൻറ്റിമീറ്റർ കൂടിയിട്ട് ഇങ്ങനെ വരും ഏകദേശം. അപ്പോൾ എത്ര ഉയർത്തേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ എക്സ് ഉയർത്തണമെങ്കിൽ ഇവിടെ x/2 പോരെയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് തെറ്റാണ്. എക്സും തെറ്റാണ്, x/2 തെറ്റാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2x ആണ് ഇവിടുത്തെ ആൻസർ. അതായത് ലോജിക്കലി ഒന്നും കൂടെ ആലോചിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഈ പുള്ളി ഇവിടെയുള്ള ആക്സിൽ, ഈ ആക്സിൽ എക്സ് സെൻറ്റിമീറ്റർ ഉയരം എന്നാണെന്നല്ലോ പറയുന്നത്. ഈ ലോഡ് ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഉയരുകയാണല്ല. അപ്പോൾ ഇതിനിപ്പോൾ ഒരു എക്സ് സെൻറ്റിമീറ്റർ ഉയരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ചെയ്യണം? ഈ സ്ട്രിങ് ഇവിടുന്ന് എക്സ് സെൻറ്റിമീറ്റർ ഉയരണം. ഈ സ്ട്രിങ് മാത്രം എക്സ് സെൻറ്റിമീറ്റർ ഉയരണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലത്തെ സ്ട്രിങ്ങും എക്സ് സെൻറ്റിമീറ്റർ ഉയരണം. അതായത് ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ളതാണല്ല. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 2x ഉയർന്നാലേ ഈ ഒരു ലോഡ് എക്സ് സെൻറ്റിമീറ്റർ ഉയരുള്ളൂ. അത് ശരിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയാലേ മനസ്സിലാവുള്ളൂ. ഈ ഫിഗർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവണം, എന്നാലേ ഈ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലാവുള്ളൂ. അതായത് ഒരു പുള്ളി രണ്ട് സ്ട്രിങ്ങിൽ കണക്റ്റഡാണ്. ഇത് ഒരു കണക്റ്റഡ് സ്ട്രിങ് ആണല്ല. ഇവിടെ ലോഡ് എക്സ് സെൻറ്റിമീറ്റർ ഉയരണമെങ്കിൽ ഇവിടെയും എക്സ് സെൻറ്റിമീറ്റർ ഉയരണം, ഇവിടെയും എക്സ് സെൻറ്റിമീറ്റർ ഉയരണം. അപ്പോൾ അത് ആദ്യം ഉയർത്തേണ്ടത് ഈ പോയിൻ്റ് മൊത്തത്തിൽ 2x ഉയരണം. അതാണ് ഇവിടുത്തെ പോയിൻ്റ്, പ്രധാനപ്പെട്ട കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇനി ഇവിടത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് നോക്കാം. വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ട്. വെലോസിറ്റി റേഷ്യോ നേരെ തിരിഞ്ഞിട്ട് വരും. മറ്റവിടെ ലോഡ് ബൈ എഫേർട്ട്, ഇവിടെ എഫേർട്ടിൻ്റെ ഡിസ്റ്റൻസ് ബൈ ലോഡിൻ്റെ ഡിസ്റ്റൻസ് നേരെ തിരിഞ്ഞു വരും. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലോഡിൻ്റെ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് നമ്മളൊരു എക്സിന് പകരം ഇവിടെ ഡി എന്ന് എടുത്തു. ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് ഡി. ഓക്കെ,
അപ്പോൾ അതിന് കണക്കായിട്ട് എഫേർട്ട് എത്ര മൂവ് ചെയ്യും, ഇവിടെയാണ് എഫേർട്ട്. ഈ എഫേർട്ട് എത്ര മൂവ് ചെയ്യും, ഇപ്പോൾ പറഞ്ഞു 2D, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് 2D എന്ന് കിട്ടി. അപ്പോൾ വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു 2D/d, ഡിയും ഡിയും കട്ടായി പോയി 2 എന്ന് കിട്ടി. നേരത്തെ സൈഡിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 എന്ന് എങ്ങനെ, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിയും കൂടി ചേർത്ത് 2T ആണ് ബാലൻസ് ചെയ്യുന്നത്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ടി. അപ്പോൾ നേരത്തെ 2T/t ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇവിടെ നമുക്ക് വെലോസിറ്റി റേഷ്യോ 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് എന്ത് കണ്ടുപിടിക്കുക, എഫിഷ്യൻസി ഓഫ് സിംഗിൾ മൂവബിൾ പുള്ളി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു 1, അതായത് 100% എന്ന് കിട്ടി. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സിംഗിൾ മൂവബിൾ പുള്ളീൻ്റെ എഫിഷ്യൻസി എത്രയാണ്, 1. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും ഇപ്പം നമ്മൾ 3 കാര്യം പറഞ്ഞു, ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒന്നും കൂടെ, സിംഗിൾ മൂവബിൾ പുള്ളീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്, 2. വെലോസിറ്റി റേഷ്യോ എത്രയാണ്, 2. എഫിഷ്യൻസി എത്രയാണ്, 1. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കഴിഞ്ഞു. അവിടെ അടുത്തത്, ഇത് നമുക്ക് ആവശ്യമില്ല ശരിക്കും, ഇത് വേണമെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ശരിക്കും നമ്മൾ നേരത്തെ നമുക്ക് സിംഗിൾ മൂവബിൾ പുള്ളി മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നില്ലൂ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, സിംഗിൾ മൂവബിൾ പുള്ളി പോലെ ഇവിടെ 3 മൂവബിൾ പുള്ളി, 3 എണ്ണം, 1 2 3, അതിൻ്റെ T3 അവസാനം ഒരു ഫിക്സഡ് പുള്ളിയിലേക്കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം ചെറിയൊരു കാര്യം ഇവിടെ നമുക്ക് ബേസിക്കാണിത്. ഒരു ബേസിക് കാര്യം, ഇവിടെ നമ്മളൊരു ലോഡ് ഒരു സ്ട്രിങ്ങിൽ കൊളുത്തുന്നു, അത് തൊട്ട് മേലെ വേറൊരു ലോഡിൽ പോകുന്നു. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ്. ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ എക്സാമ്പിളായിട്ട് T1 എന്ന് കൊടുക്കാം, ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ T2 എന്ന് കൊടുക്കാം. ഈ T1 ഇത് ഒരു എത്രയെങ്കിലും കിലോ, ഇവിടെ ഈ ലോഡ് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, ഇതൊരു 2 kg എന്ന് കൊടുക്കാം, ഇതൊരു 3 kg എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ഈ ഇവിടത്തേക്ക് നോക്കാം, ഈ 2 kgയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ എന്തെല്ലാം നോക്കാം. ഇവിടെ നിന്ന് എന്തുണ്ട്, ഈ 2 kgൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്. ഈ 2 kgൻ്റെ വെയിറ്റ് താഴേക്ക് എത്രയാണ്, മാസ് 2 kg എന്ന് തന്നു. വെയിറ്റ് കണ്ടുപിടിക്കാൻ മാസ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8, ഇവിടെ നമുക്ക് 10 ആയിട്ട് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ എത്രയായി, 20 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുന്ന് 20 ന്യൂട്ടൺ വെയിറ്റ് ഇതിനെ താഴേക്ക് വലിക്കുന്നുണ്ട്, ഈ സ്ട്രിങ്ങിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ഈ സ്ട്രിങ്ങിൽ ഇവിടെ മേലേക്ക് എന്തുണ്ട്, ഒരു 20 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ T1 ആയിട്ടുള്ളത്. T1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 20 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഈ ഇവിടുത്തെ ഈ ഭാഗം ക്ലിയറായി. ഇനി അടുത്ത 3 kgൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ 3 kgൻ്റെത് 3, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഈ ഒരു 20 ന്യൂട്ടൺ ബാലൻസ് ചെയ്യണം. ഇവിടെ ഒരു 20 ന്യൂട്ടൺ ഓൾറെഡി ഉണ്ട്. അത് കൂടാണ്ട് എന്തുണ്ട്, ഈ 3 kgക്ക് കണക്കായിട്ടുള്ള വെയിറ്റും താഴേക്കുണ്ടല്ലോ. 3 kgൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പം എത്രയായി, 3 × 10 30 ന്യൂട്ടൺ താഴേക്ക് ഉണ്ട്. ഈ 20 ന്യൂട്ടൺ, ഈ 20 ന്യൂട്ടണും താഴേക്കുണ്ട്. അപ്പോൾ ഈ T2 എന്ന് പറയുന്ന സ്ട്രിങ്ങിന് എന്തൊക്കെ വരും, ഈ 30യും ബാലൻസ് ചെയ്യണം, ഈ 20യും ബാലൻസ് ചെയ്യണം. ടോട്ടലി 50 ന്യൂട്ടൺ എന്ന് കിട്ടി. അതായത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നത് ഇവിടെ, അപ്പോൾ ഇവിടുത്തെ T1 ഈക്വൽ ടു 20 ന്യൂട്ടൺ എന്നും T2 ഈക്വൽ ടു 50 ന്യൂട്ടൺ എന്ന് പറയും. ഇത് ചില ആളുകൾക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, T1 50യും T2 20 അല്ലേ എന്ന് തോന്നും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ സാധാ പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ മേലെയുള്ള ആളെ സംബന്ധിച്ച് ഈ 2 വെയിറ്റും താങ്ങണമല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊട്ടുക എന്ന് വിചാരിക്കും, ആദ്യം ഇവിടുന്ന് പൊട്ടാനല്ലേ സാധ്യത, മേലെ നിന്നല്ലേ പൊട്ടുക. അപ്പോൾ ഞാനങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ആലോചിക്കാനുള്ള വഴി അതാണ്. അപ്പോൾ ഐഡിയ എങ്ങനെയാണ്, ഇവിടെ ബാലൻസ് ചെയ്യുക മാസ്, അല്ല ഇവിടുത്തെ ഫോഴ്സുകൾ ബാലൻസ് ചെയ്യുക. താഴേക്ക് 20 ന്യൂട്ടൺ വെയിറ്റ്, അത് ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ 20 ന്യൂട്ടൺ. ഇതിനെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന വെയിറ്റിൻ്റെ ടെൻഷനും ഉണ്ട്, അതിൻ്റെ സ്വന്തം വെയിറ്റും ഉണ്ട്. 20യും 30യും ചേർന്ന് 50. ഓക്കെ, അത് ക്ലിയറായി. ഇനി ഇവിടെ തന്നിട്ടുള്ള ഫിഗറിലുള്ളത് ഒരു സിസ്റ്റം ഓഫ് 1 ഫിക്സഡ് പുള്ളി. ഇത് 1 ഫിക്സഡ് പുള്ളി ആൻഡ് 3 മൂവബിൾ പുള്ളീസ്. ഇവിടെ ഒരു ലോഡ്, ആ ലോഡിനെ ബാലൻസ് ചെയ്യാൻ 2 T1, അതായത് ഈ 2 T1 ചേർന്നിട്ടാണ് ഇവിടെ ലോഡിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എന്തറിയാം, ഈ T1 എന്ന് പറയുന്നത്
ഈ രണ്ട് T1 ചേർന്നിട്ടാണ് ലോഡിനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ T1 എന്താണ്? L/2 ആണ്. അതുകൂടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നമുക്കറിയാം. ഈ ലോഡിനെ ബാലൻസ് ചെയ്യുന്നത് ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ T1കളാണ്. ഈ T1 ബാലൻസ് ചെയ്യുന്നത് ഈ T2ഉം ഈ T2ഉം ചേർന്നാണ്. ഈ രണ്ട് T2കൾ ചേർന്നിട്ടാണ് ഈ T1നെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായി? T1ൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ അതെന്തായി? L/4 ആയി. അപ്പോൾ ഇത് ഈ ലോഡിൻ്റെ പകുതി ഇവിടെ എത്തും, അതിൻ്റെ പകുതി ഇവിടെ എത്തും. അപ്പോൾ അതുപോലെ തന്നെ വേറെയും നോക്കാം. ഇവിടെ ഇപ്പോൾ L/4 ഉണ്ട്, പ്രത്യേകിച്ച് എഴുതണ്ടല്ലോ. ഈ രണ്ട് സ്ട്രിങ്ങുകളുടെ ടെൻഷൻ T3കൾ, രണ്ട് T3കൾ ചേർന്നിട്ടാണ് ഈ T2നെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? L/4ൻ്റെ പകുതി L/8 ആയി. അപ്പോൾ നമ്മളെ 3 മൂവബിൾ പുള്ളീസും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് L/2, L/4, L/8 വരെ എത്തി. പിന്നെ ഒരു ഫിക്സഡ് പുള്ളിയിൽ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണ്. അതായത് എത്രയാണോ നമുക്ക് എടുക്കേണ്ട ലോഡ് അത് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? T3 എന്ന് പറയുന്നത് L/8 എന്ന് കിട്ടി. 2/4/8. അപ്പോൾ ഇവിടെ നമുക്കിത് ആവശ്യമില്ല, ഇത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാനേ വേണ്ടൂ. അപ്പോൾ അതായത് 1 എന്നുള്ളത് 1/8 ആയി. 8 എന്ന് പറയുന്നത് എന്നാൽ 2/3 ആണ്. L/2 ഇത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ അതാണ്. ഇത് വേണമെങ്കിൽ ജസ്റ്റ് അവസാനം നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടിയെന്നാണ് നേരത്തെ പറഞ്ഞത്. L/2, L/4, L/8 അങ്ങനെയാണ് ഇവിടെ 2/3 എന്ന് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ ലിവറിനെ പുള്ളി കംപ്ലീറ്റ് ആയി നമ്മളിപ്പം പറഞ്ഞു. പിന്നെ അടുത്ത വീൽ ആൻഡ് ആക്സിൽ ജസ്റ്റ് എന്താണ് എന്നുള്ളതേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീൽ ആൻഡ് ആക്സിൽ. ഇതാണ് വീൽ ആൻഡ് ആക്സിൽ. നമ്മൾ സാധാ ഒരു വണ്ടിയുടെ വീല്, ആ വീലിനെ കറക്കുന്നത് ഈ ആക്സിലിന് കൊടുക്കുന്ന റൊട്ടേഷൻ ആണല്ലോ. അതായത് ഈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ വീൽ ആൻഡ് ആക്സ് കോമ്പിനേഷൻ. വീൽ ആൻഡ് ആക്സ് കംപ്രൈസ് ഓഫ് എ വീൽ ആൻഡ് എ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിൽ passes through the center of the wheel. The wheel is attached to the rod in such a way that when we turn the wheel, the axle also turns. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. ഇവിടെ സംഭവിക്കുന്നത് ആക്സിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വീല് കറക്കും. ഇനി വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ എക്സാമ്പിൾ നമ്മളെ മനസ്സിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് തന്നെയാണ്? ഒരു വീൽ ആൻഡ് ആക്സിൽ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മെറ്റൽ പീസ് ഇതാണ് ഇവിടുത്തെ ആക്സിൽ. ഈ ഭാഗത്താണല്ലോ നമ്മളിങ്ങനെ കറക്കുന്നത്. ഒന്ന് സ്ക്രൂ ഡ്രൈവർ കറക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ വീലിനെയാണ് കറക്കുന്നത്. ആ വീലിൻ്റെ റൊട്ടേഷനാണ് ആ റോഡിനെ നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ വീൽ ആൻഡ് ആക്സിൽ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു വീൽ ആൻഡ് ആക്സിലിന് എക്സാമ്പിളാണ്. ദ ഹാൻഡിൽ ഓഫ് ദ സ്ക്രൂ ഡ്രൈവർ ഈസ് ദ വീൽ ആൻഡ് ദ റോഡ് ഈസ് ദ ആക്സിൽ. വെൻ വി ടേൺ ദ വീൽ, അതായത് ഇതിൻ്റെ ഹാൻഡിൽ, ദ റോഡ് ഓൾസോ ടേൺസ്. സിമ്പിളായിട്ട്. അപ്പോൾ അടുത്ത വീൽ ആൻഡ് ആക്സിലിൻ്റെ എക്സാമ്പിളാണ് നമ്മളെ ഈ ഡോറിൻ്റെ അകത്തുണ്ടാകുന്ന ഡോറിൻ്റെ നോബ്. ഇത് തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു പീസ് അതും കൂടെ തിരിയുമ്പോഴാണ് ഡോർ തുറന്നു വരുന്നത്. അത്രയേ ഉള്ളൂ. ഇത് നമ്മളെ പഴയ കപ്പിക്ക് പകരം ഉപയോഗിക്കുന്ന സംഭവം. ഇതിനെന്താ പറയുക, നമ്മൾ പണ്ടത്തെ വീട്ടിൻ്റെ എല്ലാം തറവാടിലെല്ലാം ഇതും കാണുന്നില്ലേ, കപ്പിക്ക് പകരം ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഇതും ഒരു വീൽ ആൻഡ് ആക്സിലിൻ്റെ എക്സാമ്പിളാണ്. നമ്മളെ കാറിൻ്റെ സ്റ്റിയറിങ്. ഈ സ്റ്റിയറിങ് നമ്മൾ കറക്കുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പീസ് ഉണ്ടാവും. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വീല് കറങ്ങുമ്പോഴാണ് ഈ ആക്സിൽ കറങ്ങുന്നത്. ജസ്റ്റ് വീൽ ആൻഡ് ആക്സിൽ എന്താണെന്ന് പറഞ്ഞത്. അടുത്തത് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ നമ്മൾ സിമ്പിൾ മെഷീനിലെ ലിവറിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടും നോക്കി. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആദ്യത്തേതാണ് ആദ്യത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാര്യമായിട്ട് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ കൺസെപ്റ്റും കുറച്ച്. അപ്പോൾ ആദ്യം കുറച്ച് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു വെയിറ്റ്, ഈ വെയിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഹൈറ്റ്, ഈ ഹൈറ്റിനെ ഒരു എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തണം. അപ്പോൾ ഇവിടെ W എന്ന് പറയുന്ന ഒരു വെയിറ്റിനെ ഒരു എച്ച് ഹൈറ്റിലേക്ക് നമുക്കിങ്ങനെ ഉയർത്തണം.
അപ്പോൾ നേരിട്ട് മേലേക്ക് ഉയർത്തുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇവിടെ W എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇവിടെ ഒരു W എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് H ഹൈറ്റ്, ഈ H ഹൈറ്റിലേക്ക് ഉയർത്തണം. അതിനുവേണ്ടി നമ്മൾ നേരിട്ട് വെർട്ടിക്കലി ഉയർത്തുന്നതിന് പകരം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്കൂടെ ഉയർത്തും. അപ്പോൾ ഈ ലെങ്ത്ത് അല്ലേ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് എല്ലാന്ന് കൂട്ടിക്കോ. ഈ ലെങ്ത്ത് എല്ലാന്ന് കൂട്ടിക്കോ. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട, ഇവിടെ നമ്മളിങ്ങനെ ഇവിടത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഇങ്ങോട്ടേക്ക്. അതായത് ഈ വെയിറ്റിനെ ഇവിടത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടത്തേക്ക് അപ്ലൈ ചെയ്തെന്നായിരിക്കും. അപ്പോൾ ഈ വെയിറ്റിനെ നമ്മളിങ്ങനെ തള്ളി മേലെ ഇവിടെ എത്തിക്കുന്നു. ഈ L ഡിസ്റ്റൻസ് കടന്ന് ഇവിടെ എത്തുന്നതായിരിക്കും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതായത് ക്ലിയർ ആയല്ല. ഇവിടുന്ന് നേരെ മേലേക്ക് ഉയർത്തുന്നുണ്ട് ആണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട്. അപ്പോൾ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്കൂടെ ഒരു F ഫോഴ്സ് തള്ളി ഇതിനെ ഇവിടെ എത്തിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇൻപുട്ട്. നമ്മളെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? W എന്ന് പറയുന്ന ഒന്നിനെ F ഫോഴ്സ് ഉപയോഗിച്ച് ഈ L ദൂരം എത്തിച്ച് ഇവിടെ എത്തിച്ചു. അപ്പോൾ ഈ വെയിറ്റ് H ഹൈറ്റ് ഉയർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ അതായത് ഇവിടുത്തെ ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഇൻപുട്ട് എന്താണ്? F ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിസ്റ്റൻസ്? L ഡിസ്റ്റൻസ് നമ്മൾ F ഫോഴ്സിനെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? W എന്ന് പറയുന്ന ഒരു വെയിറ്റിനെ H ഡിസ്റ്റൻസിൽ നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇത് ക്ലിയർ ആയല്ല. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു ഐഡിയൽ കേസിൽ ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ F എന്ന് പറയുന്നത് ഇപ്പോൾ F O P O എന്തെങ്കിലും എടുക്കാം, നമ്മളിവിടെ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഈ F ഇവിടെ L ഡിസ്റ്റൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ W എന്ന് പറയുന്ന വെയിറ്റിനെ നമുക്ക് H ഡിസ്റ്റൻസ് ഉയർത്താൻ വേണ്ടി സാധിച്ചു. ബേസിക്കലി ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ ലോഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ W. ലോഡാണ് ഇവിടുത്തെ W. ഇതാണ് എന്ത്? ലോഡ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അഥവാ എഫേർട്ട്. മറ്റേ എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. നമ്മൾ സാധാരണ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് ബൈ എഫേർട്ട്, അതായത് W ബൈ എഫ് എന്താ വരുക നോക്കാം. W ബൈ എഫ് എന്ന് പറയുമ്പോൾ L ബൈ H എന്ന് വരും. ഇവിടെ L ബൈ H, അതായത് ഈ W ബൈ എഫ് ഈക്വൽ ടു L ബൈ H. അപ്പോൾ ഇതാണ് എന്ത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി? ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു ഇവിടുന്ന് L ബൈ H. അപ്പോൾ ഇനി ഒരു എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു കേസിൽ ഇത്ര സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്കൂടെ ഇത്ര ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇത്ര വെയിറ്റ് ഉള്ളതിനെ ഉയർത്തി കഴിഞ്ഞാൽ അത് എത്ര H ഉയരും? അല്ലെങ്കിൽ ഈ വെയിറ്റും Hഉം Lഉം തന്നു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. W മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു W ബൈ എഫ് ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു L ബൈ H. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരിക ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു L ബൈ H. അപ്പോൾ L എന്താണ്? ഇവിടുത്തെ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത്ത്, ഈ പ്ലെയിനിൻ്റെ ഈ ലെങ്ത്ത്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഹൈറ്റ്. അപ്പോൾ ഇനി അടുത്തത് ഈ L ബൈ Hന് നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ഈ Lനും Hനും പകരം ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ആംഗിൾ തന്നു എന്ന് വിചാരിക്കും. അതായത് ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ സൈൻ തീറ്റ എത്രയാണ്? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അതായത് ഇവിടെ ഓപ്പോസിറ്റ് എന്താ? H, ഇവിടെ L. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ H അല്ല ഹൈപ്പോട്ടിനസ്, അതായത് ഇവിടുത്തെ L. നമുക്ക് കിട്ടിയ എന്താ? L ബൈ H. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? H ബൈ L. നേരെ റിവേഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. 1 ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇത്
ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാൻ വേണ്ടി വരും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 1/sin θ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലിവറിൻ്റെ ഈ റിലേഷൻ ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഫോഴ്സ് എഫ്, അത് നമ്മൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എൽ, എഫ് ഇൻറ്റു എൽ ഈക്വൽ ടു ഔട്ട്പുട്ട്, നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് ഇവിടെയുള്ള ഒരു വെയ്റ്റിനെ എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തുക, ഡബ്ല്യു ഇൻറ്റു എച്ച്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഡ്, എഫ് ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫോഴ്സ് എഫേർട്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ഇതിനെ റീഅറേഞ്ച് എഴുതുമ്പോൾ എൽ ബൈ എച്ച് എന്ന് കിട്ടും. ഇവിടെ ഒരു സാധാ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ റിലേഷനിൽ നിന്ന് സൈൻ ഈക്വൽ ടു എച്ച് ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞിട്ട് വരും. ഇവിടെ നമുക്ക് വേണ്ടത് എൽ ബൈ എച്ച്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 1/sin θ. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത്, ഇവിടെ നമ്മൾ ഈ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് എന്ന് കിട്ടും. അതായത് ഇത് എന്തിനാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ കിട്ടി, എം എ ഈക്വൽ ടു എൽ ബൈ എച്ച് എന്ന് കിട്ടി. എൽ ബൈ എച്ച് എന്ന് പറയുമ്പോൾ എൽ ബൈ എച്ച് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കിട്ടും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 1/h എന്ന് കിട്ടും. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതെന്താണ് പറയുന്നത്? ഹൈറ്റ് കൂടുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയും. അതായത് ഇപ്പോൾ രണ്ട് സ്റ്റീപ്പിൻ്റെ എക്സാമ്പിൾ തരുന്നതായിരിക്കും ഇവിടെ. ഒന്നാമത്തത് ഒരു വലിയ സ്റ്റീപ്പ്, ഒരു വലിയ ഇൻക്ലിനേഷൻ. രണ്ടാമത്തത് ചെറുത് ഇങ്ങനെ. ഇതിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇത് വരക്കുമ്പം ഏകദേശം ഒരുപോലെ വരക്കുക. ഇവിടുന്ന് ഇങ്ങനെ രണ്ട് കേസ്, അതായത് ഈ ഹൈറ്റ് ചെറുത്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഹൈറ്റ് കുറയുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ കൂടും. ഇതിങ്ങനെയൊന്നും ആലോചിക്കണ്ട, നമുക്കറിയാലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കിലോ അപ്ലൈ ചെയ്തിട്ട് 100 കിലോ ഉള്ള ഭാരം ഉയർത്താൻ പറ്റുമെങ്കിൽ അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 10 ആണ്. അതായത് ഇവിടെ ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് തള്ളാൻ എളുപ്പമല്ലേ സ്റ്റീപ്പ് കുറയുമ്പോൾ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അപ്പോൾ ആ ലോജിക്കാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ തിയറി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എച്ച്. ഇത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എച്ച് എന്നോ എൽ എന്നോ പി എന്നോ എന്ത് വേണമെങ്കിൽ തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ ചെരിച്ചിട്ട് ഉന്തുന്ന ഈ പ്രതലത്തിൻ്റെ നീളം അതാണ് എല്, നമ്മൾ ഉയർത്തുന്ന പെർപെൻഡിക്കുലർ ഈ ഡിസ്റ്റൻസാണ് എച്ച്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു കാര്യമേ മനസ്സിലാക്കേണ്ടു, ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താണെന്നുള്ളത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ പ്രൊവൈഡ്സ് എ സ്ലോപ്പിംഗ് സർഫസ് ഓവർ വിച്ച് ഹെവി തിങ്സ് ക്യാൻ ബി ഈസിലി ലിഫ്റ്റഡ് ഓർ റോൾഡ് ഡൗൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ലോപ്പ് കുറവ്. അതായത് ഈ സ്ലോപ്പ് കുറവെന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ? ഇപ്പോൾ അടിയിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കുറവ്, ഈ ഹൈറ്റ് കുറവാകുമ്പോൾ ലീസ്റ്റ് ആക്സലറേഷൻ, ഈ ഹൈറ്റ് കൂടുതലാകുമ്പോൾ ഗ്രേറ്റ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടുന്ന് കിട്ടേണ്ട, ഇവിടെ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് രണ്ട് ടൈപ്പിൽ കിട്ടി. ഈക്വൽ ടു ഈ സർഫസിൻ്റെ ലെങ്ത്ത് എൽ ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടി? ഈ ഹൈറ്റ് എച്ച് എന്ന് കിട്ടി. അതിന് മുമ്പേ നമുക്ക് മറ്റേതറിയാം, ലോഡ് ബൈ എഫേർട്ട് എന്നുള്ളത് നമുക്കറിയാം. ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഇൻപുട്ടാണ് എഫേർട്ട്. ഇത് വേറൊരു റിലേഷനും നമുക്ക് കിട്ടി. ഈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, തീറ്റ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഇൻക്ലിനേഷൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ 1/sin θ എന്നുള്ളൊരു റിലേഷനും കൂടെ കിട്ടി നമുക്ക്. ഈ രണ്ടും നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് വെഡ്ജാണ്. ഈ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ മുട്ടി ഇവിടുന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വെഡ്ജ് കാരണം ഇത് പെട്ടെന്ന് പൊട്ടി വരും. അതാണ് ഈ വെഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അടുത്ത കേസ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ അടുത്ത കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു L/h ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെഡ്ജിൻ്റെ കാര്യത്തിൽ എല്ലും എച്ചും എന്താണെന്ന് നോക്കിയാൽ പോരെ. ഇങ്ങനെ ഒരു ഇതാണിപ്പോൾ വെഡ്ജ് എന്ന് വിചാരിക്കും. ഈ വെഡ്ജിൻ്റെ കാര്യത്തിൽ എൽ എന്താണ്? ഇത് തന്നെയാണ് എല്ല്. ഇവിടെ എച്ചിന് പകരം എന്താണെന്നേ ഉള്ളൂ, ഇതിൻ്റെ തിക്നെസ്. ഈ വെഡ്ജിൻ്റെ തിക്നെസ് ആണ് ഇവിടുത്തെ എച്ച്. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വെഡ്ജിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലെങ്ത്ത്, അതായത് ഈ സർഫസിൻ്റെ ഈ ലെങ്ത്ത്
ഈ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടി, തിക്നെസ് എന്ന് കിട്ടി. അപ്പോൾ അതും എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു, വെഡ്ജും നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിനും. അടുത്തത് സ്ക്രൂ. ഇപ്പോൾ ഈ സ്ലൈഡിൽ കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല, കാരണം ഇതിൽ തിയറി കാര്യമായിട്ട് പഠിക്കാനില്ല. ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് റെയറായിട്ട് ചോദിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നേ ഇല്ലൂ. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം സ്ക്രൂവിന് മുമ്പ് സ്ക്രൂ ജാക്ക് ഉണ്ടോ നോക്കാം. ഇല്ല, സ്ക്രൂ ജാക്കില്ല. അപ്പോൾ ഈ സ്ക്രൂ ജാക്ക് എന്താണെന്ന് നോക്കാം. സ്ക്രൂ ജാക്ക് നമ്മളിപ്പോൾ കാറിലെല്ലാം യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ത്രെഡ്, ഇവിടെ ഇതുപോലെ അതിൻ്റെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഹെഡ്. ഈ ഹെഡിനെ നമ്മൾ ഇവിടെ സ്ക്രൂവിൽ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ടാവും. ഈ ഹാൻഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക. ഈ ഹാൻഡിൽ ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ഇങ്ങനെ കറക്കം, ഒരു ഫുൾ സർക്കിൾ ഇങ്ങനെ കറക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഈ ത്രെഡ് താഴേക്ക് താവുന്നത്. അത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത് ഈ ഹാൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒരു കേസാണ്. ഈ ഒരു കേസിൽ എന്ത് നോക്കാം, ഇവിടുത്തെ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്താ വരുവാന്ന് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് അതായത് ഇപ്പം ഈ സ്ക്രൂ ജാക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉയർത്താനാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇവിടെ ഒരു W വെയിറ്റ് നമുക്ക് ഉയർത്തലാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട്. ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ സ്ക്രൂ ഹെഡ്, ഈ സ്ക്രൂ ഇതിപ്പോൾ ഇങ്ങനെ ഈ ത്രെഡാണ്. ഈ ത്രെഡ് ഒരു എന്താ പറയുക, ഒരു H എന്ന് പറയാം, ഒരു H ഹൈറ്റ് നമുക്ക് മേലേക്ക് ഉയർത്തണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ താഴേക്കോ മേലേക്കോ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഡിസ്റ്റൻസ്, അപ്പോൾ അതായത് ഈ ഇവിടുത്തെ ലോഡ് മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് H എന്നും കിട്ടി. അതായത് നമ്മൾ ഇൻപുട്ട് വർക്ക് പറയുമ്പോൾ വർക്ക് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഇവിടുത്തെ ലോഡ് W. ജസ്റ്റ് ഇതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇതിപ്പോൾ ഒരു കാറിൻ്റെ കാറോ എന്തും ആയിക്കോട്ടെ, ഒരു ലോഡ്. അപ്പോൾ W ആണ് ഇവിടുത്തെ ലോഡ്. ആ ലോഡ് മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് H. അപ്പോൾ ആദ്യത്തെ ഭാഗം ക്ലിയറായി, നമുക്ക് ഔട്ട്പുട്ട് ക്ലിയറായി. ഇനി നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തത്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഒരു ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇവിടെയുള്ള ഹാൻഡിലിനെ നമുക്കിങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ H എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ മേലേക്കോ താഴേക്കോ, ഇപ്പോൾ മേലേക്ക് കൂട്ടാം, മേലേക്ക് കറങ്ങുന്നത്. അതായത് മനസ്സിലാവുന്നവർക്ക് ഇത് കിട്ടി. ഈ ഫിഗർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ സ്ക്രൂ ജാക്ക് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഹാൻഡിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ 6 എന്നോ ഇപ്പോൾ D എന്ന് കൊടുക്കാം. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഹാൻഡിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് D. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഒരു F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് നമ്മളുടെ ഇൻപുട്ട്, നമ്മളെ എഫേർട്ട് ആം എന്നോ എഫേർട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടോപ്പ് വ്യൂ ആണ്. ഇവിടുന്ന് ഒരു F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു കംപ്ലീറ്റ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അതായത് 6 ആണെങ്കിൽ 2πr, ഇവിടെ D ആയതുകൊണ്ട് 2πd. 2πd ആണ് ഇവിടെ ഡിസ്റ്റൻസ്. എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ ഡിസ്റ്റൻസ് 2πd എന്ന് കിട്ടി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും മനസ്സിലായി. അവിടെ നമുക്കിനിയിപ്പം ലിവറിൻ്റെ പ്രിൻസിപ്പിൾ ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതായത് ഇവിടുത്തെ ആദ്യം ഇൻപുട്ട് എഴുതാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഈ D ഡിസ്റ്റൻസ് സർക്കംഫറൻസ് 2πd, F ഇൻറ്റു 2πd ഈക്വൽ ടു എന്തെന്ന് കിട്ടി, ഔട്ട്പുട്ട് വർക്ക്. അതായത് നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് ലോഡ്, അതായത് W ഇൻറ്റു ഈ ഒരു സർക്കിളിൽ ഈ ഒരു ഫുൾ സർക്കിൾ ഇവിടുത്തെ ഫോഴ്സ്, ഇവിടുത്തെ ഹാൻഡിൽ കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന ഈ സ്ക്രൂവിൻ്റെ ഹൈറ്റ്, അതിനെ പറയുന്ന പേരാണ് പിച്ച്. ഇപ്പോൾ ഇവിടെ H തന്നെ എഴുതാം. ക്വസ്റ്റ്യനിൽ ഈ H എന്തായിരിക്കും വരിക, പിച്ച് ഓഫ് എ സ്ക്രൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻപുട്ട് F ഇൻറ്റു 2πd ഈസ് ഈക്വൽ ടു വർക്ക് ഇൻറ്റു ഹൈറ്റ്. ഇത് നമ്മൾ സ്ക്രൂവിൻ്റെ കാര്യമല്ല, നമ്മൾ ഈ സ്ക്രൂ ജാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പോൾ എന്ത് കണ്ടുപിടിക്കാം, ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് തരും, ഈ Fo Do Wo Ho എന്തെങ്കിലും ഒന്ന് തന്നിട്ട് 3 തന്നിട്ട് ഒന്ന് കണ്ടുപിടിക്കാനേ വരുക. അപ്പോൾ ഇത് മനസ്സിലായല്ല. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെറുതെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ റിലേഷനും കൂടെ എഴുതി വെക്കാം. ലോഡ് ബൈ എഫേർട്ട്, ഇവിടെ ലോഡ് എന്ന് പറയുന്നത് W ബൈ H, Hന് പകരം ഇവിടെ F, W ബൈ എഫേർട്ടിന് F,
ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2πd/h എന്ന് കിട്ടി. 2πd/h എന്ന് കിട്ടി. എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സ്ക്രൂ ജാക്ക് എന്ത് കിട്ടി? 2πd/h. അപ്പോൾ ഇത് ക്ലിയറായി. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, ഇത് നമുക്ക് ഏത് കേസിലും നമുക്ക് തിയറി പഠിച്ചിട്ട് ഈ റിലേഷൻ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. ഇവിടുത്തെ ഇൻപുട്ട് എന്താ, ആ ഇൻപുട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്താ, ഇവിടുത്തേക്ക് ഔട്ട്പുട്ട് ഡിസൈഡ് ഔട്ട്പുട്ട്, അതായത് ഇവിടുത്തെ ലോഡ് എത്രയാണ്, ഈ ലോഡ് ഡിസ്റ്റൻസ് എത്രയാണ്, അത് നമുക്ക് മനസ്സിലായാൽ ഈ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇതിവിടെ നിൽക്കട്ടെ. അടുത്ത കേസ് സ്ക്രൂവിനെ സംബന്ധിച്ചിട്ട് എന്താ, ഈ ഹാൻഡിലില്ല, നമ്മൾ ഡയറക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടത്തേക്കാണ്? ഈ സ്ക്രൂവിൻ്റെ ഹെഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എടുത്ത പോലെ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ റേഡിയസ്, അതായത് ഈ ഹെഡിൻ്റെ ഡയമീറ്ററാണ് ഇവിടുത്തെ എന്ത് വരുന്നത്, ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതായത് സ്ക്രൂ ജാക്കിന്ന് സ്ക്രൂവിലേക്കുള്ളൊരു ഡിസ്റ്റൻസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു, ഇവിടെ നമ്മൾ എന്തെടുക്കും? ഈ ഹെഡിൻ്റെ റേഡിയസ് എടുക്കും. അപ്പോൾ ഒന്നുമില്ല, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ നമുക്ക് കിട്ടിയത് 2πd/h ആണ് കിട്ടി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സ്ക്രൂവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് വരും? 2π, ഈ ഡിസ്റ്റൻസ് ആണ് d തന്നെങ്കിൽ ഇവിടുത്തെ റേഡിയസ് 2πr/h. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കുറേ ഈ മൂന്നാം സ്ക്രൂവും കംപ്ലീറ്റ് ആയി, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേങ്കിൽ എന്താണ്, ഇതുവരെ പറഞ്ഞതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ തുടങ്ങുമ്പം ആദ്യം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വന്നു, അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LA/h. എന്താണ് LA/h? വെഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ചിന് പകരം തിക്നെസ് ആവും, അപ്പോൾ LA/t എന്നാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. L/h എന്താണ്? 1/sin⁻θ. അതും കൂടെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ മറ്റേത് ഓർമ്മിച്ച് വെക്കുക. ചെറിയ സ്റ്റീപ്പാണെങ്കിൽ, ഇൻക്ലിനേഷൻ കുറവാണെങ്കിൽ എന്താണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. ഹൈറ്റ് കൂടിയ വലിയ ഉയരത്തിലുള്ള ഇങ്ങനത്തെ സ്റ്റീപ്പാണെങ്കിൽ ഇൻക്ലിനേഷൻ, അതായത് തീറ്റ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറവായിരിക്കും. അതായത് ഇവിടുന്ന് എങ്ങനെ തീറ്റ കുറവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. 1/sin⁻θ ഇൻവേഴ്സാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഈ ഒരു പോയിൻ്റ് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ സ്ക്രൂ ജാക്ക്, ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ സാധ്യത. 20 സെൻറ്റിമീറ്റർ ഹാൻഡിലിൻ്റെ നീളം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതിൻ്റെ പിച്ച് 5 സെൻറ്റിമീറ്റർ പിച്ച് എന്നൊക്കെ പറയും. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ പിച്ചുള്ള ഒരു സ്ക്രൂവിൽ 20 സെൻറ്റിമീറ്റർ ഹാൻഡിൽ എത്ര ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ചോദിക്കും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചിലപ്പം കത്തിയില്ലെങ്കിലും എന്ത് കത്തിയാൽ മതി, ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ ഈ ഭാഗത്തെ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അടുത്തത് കുറച്ച് പ്രോബ്ലംസ് കുറേ ഉണ്ടോ നോക്കട്ടെ. പ്രോബ്ലം നോക്കാം. 2 children of weights 30 kg and 50 kg are sitting on one side of a seesaw. ഒരു സീസോൻ്റെ ഒരു സൈഡിൽ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. 1.2 മീറ്ററിൽ ഒരു കുട്ടി, എത്ര 15 kgൻ്റെ ഒരു കുട്ടി 1.2 മീറ്ററിൽ. 1 മീറ്ററിൽ ഒരു 30 kgൻ്റെ കുട്ടി ഇരിക്കുന്നത്. 30 kgൻ്റെ കുട്ടി ഇരിക്കുന്നത് 1 മീറ്റർ, അതായത് ഇത് 1, ഇത് എന്താണ് 1.2. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ ബോയ് ഓഫ് mkg സിറ്റ്സ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സീസോ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2. അപ്പോൾ ഇതുപോലെ ഒരു 1.2ൽ അടുത്ത ഒരു കുട്ടി ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? സീസോ ഇക്വിലിബ്രിയത്തിലാണ്. അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ ഉണ്ടാകുന്ന രണ്ടും സെയിം ആണെന്ന് അർത്ഥം. ഇതിൻ്റെ ഈ ഫൽക്രം അല്ല എന്താണ്, ഇതിൻ്റെ ഈ സപ്പോർട്ടിൻ്റെ രണ്ട് ഭാഗത്തുള്ളത് സെയിം ആണെന്ന് അർത്ഥം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം എന്ന് ചോദിക്കും. ഒന്നും വേണ്ട, നമ്മൾ സാധാരണ പോലെ ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വർക്ക്. ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താ, വെയിറ്റ് ഇവിടുത്തെ 15 ഇൻറ്റു 1.2 എത്രയാണ്, 15ഉം 1.2 3 18. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് എഴുതേണ്ടവർക്ക് ഇങ്ങനെ എഴുതുക. വർക്ക്, രണ്ട് വർക്കും ഈ ഭാഗത്തെ രണ്ട് വർക്കും ഇവിടുത്തെ വർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. 15 ഇൻറ്റു 1.2 എന്ന് പറയുമ്പോൾ 18 പ്ലസ് 30 ഇൻറ്റു 1 മീറ്റർ, അതായത് 30. 18 പ്ലസ് 30 എന്ന് പറയുമ്പോൾ എന്ത് നീട്ടി, 48 നീട്ടി. 48 ഈസ് ഈക്വൽ ടു 1.2 എം നീട്ടി. അപ്പോൾ അവിടെ നിന്ന് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കുക, എം കണ്ടുപിടിക്കുക. 48ഉം 12ഉം 4ഉം 10ഉം 40. സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ കിട്ടി. ഈ ചെയ്തത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആദ്യം തന്നെ ഒന്നും കൂടെ നോക്കുക.
രണ്ട് ഭാഗത്ത് രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് രണ്ട് കുട്ടികൾ, ഒരു ഭാഗത്ത് ഒരു കുട്ടി. ഈ ഒരു കുട്ടി അതിൻ്റെ വെയിറ്റാണ് ഈ രണ്ട് കുട്ടികളെയും ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഫോഴ്സ് ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇൻപുട്ട് വർക്ക് കണ്ടുപിടിക്കുക. സെപ്പറേറ്റ് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ കുട്ടീന് 30 × 1 30, 15 × 1.2 15, 15.3 18, 15 × 1.2 18, 30 × 1 30, മൊത്തത്തിൽ 48. ഈ 48 യൂണിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ഈ m × 1.2 ആണ്. 40. ഇപ്പോൾ ആൻസറായി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ? ലിവറിൻ്റെ എക്സാമ്പിൾ ഇതൊക്കെ നമ്മൾ നോക്കിയതാണല്ലേ. ഇൻ ക്ലാസ് 2 ലിവർ വിച്ച്. ഓക്കെ, അപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആയി. ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യേണ്ടത്.